മലയാളത്തിലെ ആദ്യ ബ്രെയിലി ലിപി കവിതാ സമാഹാരം പിറക്കാൻ കാരണം ഒരു 10ാം ക്ലാസ്സുകാരിയാണ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടാത്തതിന്റെ നിരാശ കോഴിക്കോട് സ്വദേശിനി ഐഷ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെയാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായത്. KFL അനുഭവിച്ചറിയാൻ ഞങ്ങൾ ഏറെ താല്പര്യത്തോടെ പോയി. ഞങ്ങൾ ബ്ലൈൻഡിനു വേണ്ടി ഒന്നും ഇവിടെ തൊട്ടറിയാനായില്ല. അവസാന പ്രതീക്ഷയോടെ അവിടെ കണ്ട DC ബുക്സിന്റെ കൂറ്റൻ ബുക്ക് സ്റ്റാളിലും കയറി. ബ്രെയിലി ലിപിയിലെ പുസ്തകങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് സെയിൽസ് ഗേൾ കേൾക്കുന്നത് പോലും. നിരാശ തന്നെ ഫലം. ഞങ്ങൾ ഭൂമിയുടെ അവകാശികളല്ലല്ലോ. കാഴ്ച പരിമിതിയുള്ള 10ാം ക്ലാസ്സുകാരി ഐഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിവെച്ചത് മലയാളത്തിലെ ആദ്യ ബ്രെയിലി ലിപിയിലെ കവിതാ സമാഹാരത്തിന്. ഉൾക്കാഴ്ചയുള്ള മനുഷ്യർക്ക് തൊട്ടറിയാൻ 29 കവിതകൾ തരിതരിയായി കോറിയിട്ട പുസ്തകത്തിന്റെ പേര് പിന്നിട്ട വഴികളും വരികളും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അനീഷ് സ്നേഹയാത്രയുടെ ശ്രമഫലമാണ് പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് പിന്നിട്ട വഴികളും വരികളും എന്നുള്ളതൊരു 29 കവിതകളാണ്. 29 കവിതകൾ എന്നതിലുപരി 29 ജീവിതങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരിക്കും അത്. കാരണം ഞാൻ സഞ്ചരിച്ച വഴികളിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിൽ സ്ഥാനാഥാലയമുണ്ട്, അവനിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നമ്മുടെ മരിച്ചുപോയ നന്ദു മഹാദേവിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ട ജീവിതങ്ങളാണ് അതിൽ മുഴുവൻ പകർത്തി വച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി A റഹീം MP ഐഷയ്ക്ക് നൽകി. ഈറ പബ്ലിക്കേഷനാണ് പുസ്തകം പുറത്തിറക്കിയത്. ലോക വായനാ ദിനം അടുത്തിരിക്കെ അറിവിന്റെ വെട്ടം ഏവർക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പുസ്തകത്തിന്റെ പ്രകാശനവും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.